നമ്മൾ വെണ്ടക്ക ഇങ്ങനെ എടുത്തിട്ട് ഈ നടു സെൻറ്ററിൽ ഇങ്ങനെ മുറിക്കുക. മുറിച്ചതിന് ശേഷം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ മിക്സ് ആക്കിയിട്ട് അപ്പോൾ വെണ്ടക്ക കൊണ്ട് ഒരു നല്ല വെറൈറ്റിയാണ് ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് കാണില്ല എന്ന് എനിക്കറിയാം. എന്നാലും ചില ആൾക്കാർ ചെയ്ത് കാണും. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിരിക്കുക. സത്യം പറയട്ടെ, ഒരു മീൻ പൊരിച്ചിനേക്കാൾ നിങ്ങൾക്കിത് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിന് മസാലയാണ് പ്രധാനം. ഇപ്പോൾ ഈ വെണ്ടക്കയിൽ ഇതെങ്ങനെയാണ് ചേർക്കേണ്ടതുള്ളത് കാണിച്ചു തരാം. നമ്മൾ എങ്ങനെയാണിത് വെണ്ടക്കയിൽ ഈ മസാല ചേർക്കുന്നത് നിങ്ങൾ നോക്കണേ. ഇതുപോലെ ആക്കുക. എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, സത്യമായിട്ട് നിങ്ങൾക്ക് പൊരിച്ച മീൻ വേണ്ട. ഒരു പൊരിച്ച മീനേക്കാൾ നല്ല ടേസ്റ്റായിരിക്കും. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് പൊരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അവസാനം കറിവേപ്പില നിങ്ങൾക്ക് കുറച്ച് മിക്സ് ആക്കിയാൽ മതി. ഒരു അരമണിക്കൂർ നിങ്ങൾ മസാല തേച്ചതിന് ശേഷം നിങ്ങൾ ഒരു അരമണിക്കൂർ ഇത് വെക്കുക കേട്ടോ. എന്നാലാണ് ഇതിന് മസാല പിടിക്കുക. അപ്പോൾ നമുക്ക് വെണ്ടക്ക പൊരിക്കാം. എണ്ണ ചൂടുള്ള എണ്ണയാണ്. ചിലപ്പം വെറൈറ്റിയാണ് സംഭവം. ഭയങ്കര ടേസ്റ്റി ആയിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് മീൻ പൊരിച്ചതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം. ഒന്നും ചെയ്യണ്ട, ഇതുപോലെ അങ്ങ് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 5 മിനിറ്റ്, എനിക്ക് 10 മിനിറ്റ് മതി. പിന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പച്ച വെണ്ടക്ക നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി നിങ്ങൾക്ക് പൊരിക്കാം, ഇല്ലെന്നല്ല. പക്ഷെ നമുക്ക് ഇത് മതി. കുറച്ച് നല്ല ടേസ്റ്റി ആയിരിക്കെ. ഭയങ്കര ചൂടാണ്. കറമുറ എന്നുള്ള ശബ്ദവും. അയ്യോ, എനിക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല കേട്ടോ. ഭയങ്കര മീൻ പൊരിച്ചൊന്നും ഇതിന് ബേക്കിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഇനി ചേന കൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കി തരാം നാളെ. പക്ഷേ നിങ്ങൾ സർപ്രൈസ് ചെയ്യണം.